ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കിട്ടു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ ഇതുപോലെ നല്ല പഴുത്ത് പോയ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ തീ പോലും കത്തിക്കാതെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ പഴമൊക്കെ തൊലി കളഞ്ഞിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഉടച്ചെടുക്കുക. അങ്ങനെയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയതായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ പഴമൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ശർക്കര പാനിയാണെന്നുണ്ടെങ്കിൽ ഒരച്ച് ശർക്കര ഒന്ന് നല്ല കട്ടിയിലൊന്ന് മെൽറ്റാക്കിയിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കേൻ്റെ കുരു ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്താലും മതി. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഉടച്ചെടുക്കുക. പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പശുവും പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അതൊരു നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ കണ്ട നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചെറുപഴം വെച്ചിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. വേനൽക്കാലമൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് തണുപ്പിക്കുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ സെർവ് ചെയ്യാണ്. അപ്പോൾ നമുക്കത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക. അപ്പോൾ ചെറുപഴം അങ്ങനെ കഴിക്കാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.